ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ഇതുപോലുള്ള ബോക്സുകൾ യൂസ് ചെയ്തിട്ട് കുറേ നല്ല ടിപ്സൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പാർസലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോക്സൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ബോക്സൊക്കെ നമ്മൾ സാധാരണ ചിലപ്പോൾ ഡസ്റ്റ്ബിന്നിൽ ഇടുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറ്. ഇത് നമ്മൾ അങ്ങനെ കളയാതെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിച്ചണിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ ചെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ അണ്ടർ സ്കേർട്ടോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ പാൻറ്റിലൊക്കെ ഇതുപോലെ വള്ളി ഉണ്ടാവും. ആ വള്ളി ചില സമയത്ത് നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ഇതുപോലെ അതിനകത്ത് പോയി പെടാറുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു വള്ളി നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു കത്രിക ഉണ്ടല്ലോ, കത്രിക ഇതുപോലെ ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ആ ഒരു വള്ളിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വള്ളി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വള്ളി നമുക്ക് എടുക്കാനും സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ മടക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്താണെങ്കിലും ഇതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വള്ളി ശരിക്കും തന്നെ അതിൽ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടികളുടെ ഇതുപോലത്തെ പാൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പാൻറ്റിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ചിലപ്പോൾ എലാസ്റ്റിക് അത് ഭയങ്കരമായിട്ട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ രണ്ട് സൈഡിലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ. എലാസ്റ്റിക്കിനൊന്നും വരാതെ ആ ഒരു തുണിയിൽ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു വള്ളി എടുക്കുക. അതുപോലെ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ഇടുന്ന വള്ളി ഉണ്ടല്ലോ, ആ ഒരു വള്ളി നമ്മൾ ഉണ്ടെന്നുണ്ട് വെച്ചാൽ അതിൽ നമ്മൾ വള്ളിയിൽ നമ്മളൊരു പിന്നു കുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ ഒരു നമ്മൾ ഹോൾ ആക്കിയതിനുള്ളിൽ കൂടെ ഒന്ന് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വള്ളി കറക്റ്റായിട്ട് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ലൂസായിട്ടുള്ള പാൻറ്റൊക്കെ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാതെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വള്ളി കൊണ്ട് കെട്ടിക്കൊടുത്താൽ ആ പാൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നല്ല പാൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ലൂസായി എന്നും പറഞ്ഞ് നമ്മൾ കളയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അലക്കാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കെട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ വള്ളി അകത്ത് പോവാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്ത ടിപ്പ്, ഇതുപോലെ സെലോ ടേപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു അറ്റം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വരുന്ന സാഹചര്യത്തിൽ ഇതുപോലൊരു പിന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് വലിച്ചിങ്ങനെ കൊടുക്കുക കേട്ടോ. ഏത് വശമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഒരു പോർഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ കയ്യിൽ കത്രികയില്ല എന്നുണ്ടെങ്കിൽ ഈ പിന്ന് യൂസ് ചെയ്ത് ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ മതി. നമുക്കത് കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പിന്ന് ഇതുപോലെ അതിൽ തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ നമ്മൾ ഈ ഒരു ടേപ്പ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇത് കാണാതെ നമ്മൾ തരേണ്ടതായിട്ട് വരില്ല കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ പാർസലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇങ്ങനത്തെ ബോക്സിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ കിട്ടുക, ഫുഡിൻ്റെ ഐറ്റംസ് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ബോക്സ് നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ അതൊന്നും യൂസ് ചെയ്യാതെ വെക്കും, ചിലപ്പോൾ അത് കളയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് യൂസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഇങ്ങനെയുള്ള ബോക്സൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് തന്നെ നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ അതിൽ ഇതുപോലെ നീളമുള്ളൊരു ബോക്സ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുപ്പിയുടെ അടപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുപ്പിയുടെ അടപ്പ് നമ്മൾ അടിയിൽ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെറുതെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ആ പാത്രം വേറെ ആവശ്യങ്ങൾക്കായിട്ടും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ ഈ ഓരോ അടപ്പിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായി തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യണം. കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗത്ത് ഇരിക്കും. കൂടുതൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 അടപ്പും കൂടെ വെച്ച് കൊടുക്കാം. അതേപോലെ ബോക്സും കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ വേറൊരു ബോക്സ് ഈ കാണുന്ന രീതിയിലൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനിതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഒരു കത്തി നല്ല രീതിയിൽ തന്നെ ചൂടാക്കിയിട്ട് ഗ്യാസിൽ വെച്ച് ചൂടാക്കുക, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ടാണെങ്കിലും അതിൽ വെച്ച് ചൂടാക്കിയാലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന്
എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതിൽ ചെറുതായിട്ടൊന്ന് ഹോൾ ചെയ്യുമ്പോൾ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അതിൻ്റെ സെൻറ്റർ പോർഷൻ മുഴുവൻ ഈ ഒരു രീതിയിൽ നമ്മൾ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കത്തി ചൂടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താക്കി ഇങ്ങനെ ഒന്ന് ഹോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ നമ്മളവിടെ വെക്കും. അത് ചിലപ്പോൾ നല്ല പോലെ തന്നെ അതിൽ വെള്ളം നനവ് അങ്ങനെ പോവാതെ നിൽക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോളാക്കിയിട്ടുള്ള പാത്രത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സ്ക്രബ്ബർ നല്ലോണം വെള്ളം ആക്കി കൊടുത്താൽ ആ താഴെ കൂടെ അതിൻ്റെ ഹോളിൽ കൂടെ വെള്ളം പോകും. അപ്പോൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഈർപ്പം മുഴുവനായിട്ട് പോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ. നമ്മൾ ഈ ഒരു സിങ്കിൻ്റെ ഒരു പോർഷനിൽ തന്നെ നമ്മളിതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. പക്ഷേ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ ക്കാളും വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ആക്കിയിട്ട് നമ്മളൊരു സൈഡിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതേ രീതിയിൽ തന്നെ വേറൊരു പാത്രം ഞാൻ എടുക്കുന്നുണ്ട്. അത് കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ. അതിൽ ഞാനൊരു ഫോർക്കിനെയാണ് ഞാൻ ചൂടാക്കിയിട്ട് ഇതുപോലെ നിറച്ചും ഹോളാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചുമല്ല, നല്ല രീതിക്ക് തന്നെ ഹോളാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലത്തെ ബോക്സ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവില്ല. അതുപോലെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലം വലിയൊരു തലവേദനയായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു തലവേദന തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കണ്ടില്ല, ഇതുപോലെ ഹോളാക്കിയിട്ട് നമ്മൾ സിങ്കിൻ്റെ ഒരു സ്ലീവിൻ്റെ അവിടെ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. പാത്രം കഴുകാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്നിട്ട് ഓരോ പാത്രത്തിലും വേസ്റ്റ് നമ്മൾ കളഞ്ഞാൽ പോലും അതിൽ കുറച്ചൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കറക്റ്റാക്കി ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ ആയിരിക്കും വേസ്റ്റ് വീഴുക. ആ സിങ്കിൽ ഹോളിലും ഒന്നും വേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ സിങ്കിനകത്ത് ഒരുപാട് വേസ്റ്റ് പോയിട്ട് ബ്ലോക്ക് ആവുന്ന പ്രശ്നം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അതേപോലെ നല്ല അടപ്പുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലിതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുറകു വശത്ത് ചെറിയ രീതിയിൽ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കത്തി ചൂടാക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഡബിൾ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വലിപ്പത്ത് വേണ്ട, ഈ ഒരു ചെറിയൊരു ഷേപ്പിൽ മാത്രം മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ ചെറിയൊരു പീസ് 2 പീസാക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് കറക്റ്റായി അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണമല്ല 2ഓ 3ഓ ഒക്കെ ആക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വീഴാതെ കറക്റ്റായി ഒട്ടി നിൽക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ടേപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം കേട്ടോ. അല്ലാണ്ട് ക്വാളിറ്റി കുറഞ്ഞതാവുമ്പോൾ അത് പെട്ടെന്ന് അടർന്ന് നമ്മൾ എവിടെ ഒട്ടിച്ച് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ അത് വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ ടേപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ അവിടെയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മുടെ ബ്രഷൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് അവിടെ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ആ ഹോളിലേക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് നമ്മൾ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടപ്പിട്ട് മൂടുകയാണെന്നുണ്ടെങ്കിൽ ബ്രഷ് നല്ല സേഫ് ആയിരിക്കും. കാരണം അതിൽ പല്ലിയും പാറ്റയൊന്നും ഒന്നുമില്ല. നല്ല കറക്റ്റായി തന്നെ ഒരു 4-5 ബ്രഷൊക്കെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ബ്രഷ് വെക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രമോ ഒന്നും തന്നെ വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ കേട് വന്നാൽ നമുക്ക് വേറൊരു ബോക്സ് നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അതുപോലെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ അടച്ച് നല്ല സേഫായി തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതുപോലത്തെ ബോക്സ് തന്നെയാണ് നമ്മൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. നമ്മൾ കട്ട് കേക്കൊക്കെ വാങ്ങുമ്പോൾ സ്ലൈസ്ഡ് ആയിട്ടുള്ള കേക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് നമുക്ക് കിട്ടും. ഈ ബോക്സ് നമ്മൾ കളയരുത് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ വീട്ടിലെ കുക്കറിൻ്റെ വെയിറ്റ് എത്രണ്ണം ഉണ്ടോ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറോ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെയിറ്റ് കാണാതെ നമ്മൾ തരേണ്ടി വരും. ഇതുപോലെ ഒരു പാത്രത്തിൽ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന്ന് നമ്മൾ ഏതാണോ നമ്മൾ എടുക്കുന്നത് നമുക്ക് എടുക്കാനും ഒക്കെ സൗകര്യമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മാച്ച് ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, തീപ്പെട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറേ തീപ്പെട്ടിയൊക്കെ ഒന്നായി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് തീപ്പെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് തിരയാതെ പെട്ടെന്ന് ചെന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ബോക്സിൽ ഞാൻ ഇതുപോലെ
നഫത്ലൈൻ ബോൾസും കർപ്പൂരം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ അതിനകത്തിട്ടിട്ട് മൂടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നതൊക്കെ ഒഴിവാക്കാനും കറക്റ്റായിട്ടൊരു സ്ഥലത്ത് ഇരിക്കാനും ഒക്കെ ഹെൽപ്പാക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.